എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നിനെയും നമ്മൾ അമിതമായി സ്നേഹിക്കരുത് കേട്ടോ. നമ്മൾ ചിലപ്പം ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെപ്പറ്റി നമ്മൾ അമിതമായിട്ട് ആലോചിക്കരുത്. ഒരു മിതമായിട്ട് മാത്രമേ ആലോചിക്കാവൂ. ഒരുപാട് നമ്മൾ ആലോചിച്ചാലേ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. അതുപോലെ തന്നെ മറ്റുള്ളൊരു കാര്യം, ഒന്നിനു വേണ്ടി നമ്മൾ അമിതമായി യാചിക്കരുത് മറ്റുള്ളവരുടെ മുമ്പിൽ. ചിലപ്പോൾ നമ്മൾ അപമാനിക്കപ്പെട്ടേക്കാം. ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകളാണിവ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. വളരെ പെട്ടെന്ന് സ്വീറ്റ് കഴിക്കാൻ തോന്നില്ല ചില സമയങ്ങളിൽ. അന്നേരം തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ സേമിയ വെച്ചുള്ള നല്ല ഒന്നാമതൊരു സ്വീറ്റ് റെസിപ്പിയാണേ. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അടുപ്പത്തേക്കൊരു പാൻ വെച്ചു. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നല്ല കനം കുറഞ്ഞ സേമിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. സേമിയ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് കൈവച്ച് ഇങ്ങനെ നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. തീരെ കനം കുറഞ്ഞ സേമിയ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഞാനിതിപ്പം സേമിയ പായസത്തിന് ഉപയോഗിക്കുന്ന സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലും കനം കുറഞ്ഞ സേമിയ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഒന്നുകൂടെ നല്ലത്. ഈ ഒരു സേമിയ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ തന്നെ പറ്റും കേട്ടോ. നമുക്കിതൊന്ന് വറുത്തെടുക്കുന്ന അറിയാലോ, അത് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ബദാം, കാഷ്യൂനട്ട് ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ നട്ട്സും അതുപോലെ തന്നെ സേമിയയും കൂടെ ഒന്നിച്ച് ചേർത്ത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൗണ്ടൊക്കെ മാറി വരുമ്പോൾ നമുക്കറിയാം കളറും മാറി വരും. അത്രയും നേരം ഇതിനെ വറുത്തെടുക്കണം. വളരെ പെട്ടെന്നാണ് കേട്ടോ, എല്ലാം തയ്യാറായി കിട്ടും. അത് കഴിഞ്ഞ് തീ പെതുക്കി അങ്ങ് കുറച്ച് വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം പാലൊന്ന് ചേർത്ത് കൊടുക്കുവാണേ. തീരെ കനം കുറഞ്ഞ സേമിയാണെങ്കിൽ പാല് ചേർക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സേമിയ പായസത്തിന് ഉപയോഗിക്കുന്ന സേമിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രം പാല് ചേർത്ത് കൊടുത്ത് നല്ലതായി ഒന്ന് യോജിപ്പിച്ച് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യണേ. ഇത്രയും മാത്രം മതി കേട്ടോ. ഒരുപാട് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ഇതങ്ങ് കട്ടിയായി പോകും. നമ്മൾക്ക് കഴിക്കാൻ പറ്റാത്തത്ര കട്ടിയായി പോകും. അത് വിചാരിക്കുന്ന ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഞാൻ ഒരു മരുന്നിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കാണ് നമ്മളിനി ഈ സേമിയ ഫില്ല് ചെയ്യാൻ പോകുന്നത്. മരുന്നിൻ്റെ അടപ്പ് തന്നെ വേണമെന്നില്ല. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഈ ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ ഏതെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിൽ അത് മതി. നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്കത് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങയാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെന്ന് പറയും. അതായത് തേങ്ങ മേടിക്കാൻ കിട്ടും ഡെസിക്കേറ്റഡ് കോക്കനട്ടെ. അല്ലാതെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അതിൻ്റെ പുറകിലെ ആ ബ്രൗൺ കളറിലെ അതങ്ങ് കട്ട് ചെയ്ത് കളയണം. അത് മാറ്റിക്കളയുക. അത് കഴിഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് അടുപ്പത്തേക്കൊരു പാൻ വെച്ച് അതിലേക്കിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടായി. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ്. കടയിൽ നിന്ന് ഞാൻ സാധാരണ അങ്ങനെ മേടിക്കാറില്ല. ഞാൻ ആദ്യം അതാണ് ഈ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം. ഞാൻ പറഞ്ഞു, തേങ്ങ വേണ്ട എന്നുള്ളവർക്ക് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സേമിയ തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാൻ സേമിയ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഞാൻ ഒരു ലെയർ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന സംഗതി തന്നെയാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് സ്വീറ്റ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മധുരത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ക്രിസ്പിയുമാണേ. അതുപോലെ മധുരം കൂടിയോ ഇതൊന്നും ഓർക്കണ്ട. നമുക്കിഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കി എടുക്കാം. മധുരം കുറച്ച് വേണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കി എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല രീതിയിലാണ് ഇതിനെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. തേങ്ങ വെച്ചെടുത്തിട്ടുണ്ട്, തേങ്ങ വെക്കാത്ത സ്വീറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കഴിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഈ ഒരു മധുരം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.